you all to Econometrica. I am Kavya. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേഷനാരിറ്റി ഇൻ ടൈം സീരീസ് ആണ്. നമുക്കറിയാം സ്റ്റേഷനാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരിക്കലും മാറാത്ത എന്താ സ്റ്റേഷനാരിറ്റി എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം തന്നെ ഒരിക്കലും മാറാത്തൊരു കാര്യത്തെയാണ് നമ്മൾ സ്റ്റേഷനാരിറ്റി എന്ന് പറയുന്നത് അല്ലെ. സോ സ്റ്റേഷനാരിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേമിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ ഓരോ ടൈം പീരീഡ് എന്ത് സംഭവിക്കുന്നില്ല, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്ലിക്കേഷൻസിലെ മീൻ, വേരിയൻസ് മുതലായ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള ചേഞ്ചസ് ഒക്കർ ചെയ്യുന്നില്ല. സ്റ്റേഷനാരിറ്റിയെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. സ്ട്രോങ് സ്റ്റേഷനാരിറ്റി എന്നും വീക്ക് സ്റ്റേഷനാരിറ്റി എന്നും. രണ്ട് തരത്തിലാണ് സ്റ്റേഷനാരിറ്റിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, സ്ട്രോങ് സ്റ്റേഷനാരിറ്റി എന്നും വീക്ക് എന്നും. സ്ട്രോങ് സ്റ്റേഷനാരിറ്റിന്റെ മറ്റൊരു പേരാണ് സ്ട്രിക്റ്റ് സ്റ്റേഷനാരിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഡാറ്റ സെറ്റ് ഉണ്ട്, ആ ഡാറ്റ സെറ്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതിൽ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് സ്ട്രിക്റ്റ് സ്റ്റേഷനാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഡാറ്റയുമായി റിലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസിൽ ലെറ്റ് ഇറ്റ് ബി മീൻ, വേരിയൻസ്, ഇതിൽ ഒന്നും മാറ്റം വരുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രിക്റ്റ് സ്റ്റേഷനാരിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റോക്ക് പ്രൈസ് അനലൈസ് ചെയ്യാന്ന് വിചാരിക്കുക. അവിടെ മീൻ, വേരിയൻസ് ഇതെല്ലാം എത്ര വർഷം കഴിഞ്ഞാലും എത്ര ഡേയ്സ് കഴിഞ്ഞാലും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മളൊരു റിയൽ വേൾഡ് കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ റിയൽ മാർക്കറ്റ് നെറ്റ്വർക്കിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എങ്ങനെ കാണാൻ പറ്റില്ല, ഇത്തരത്തിൽ ഒരു കോൺസ്റ്റന്റ് ഫിഗർ ഒന്നും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മുടെ റിയൽ വേൾഡ് സ്കെനാരിയോയില് നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്താണ് ഇവിടെ കോൺസ്റ്റന്റ് ആയി നിൽക്കുക, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസില് മാറ്റം വരാതെ നിൽക്കുക, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് സ്ട്രിക്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ് സ്റ്റേഷനാരിറ്റി എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇത് പ്രാക്ടിക്കലി എന്തല്ല, പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. വീക്ക് സ്റ്റേഷനാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് the time series is said to have weak stationarity if the mean and variance of the data remain constant over time and the covariance between any two data points is a function of their time lag. അതായത് ടൈം സീരീസ് അനാലിസിസിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗർ നമ്മൾ എടുക്കുന്നു, അതിന്റെ മീനും വേരിയൻസും കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ കോവേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ചേഞ്ചിങ് പാറ്റേൺസ് ആണ് കാണിക്കുന്നത് അല്ലെ, അത് എന്തായിരിക്കും, ഫ്ലക്ച്വേഷൻ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ മെയിലിന്റെ കൺസിഡറേഷൻ എടുക്കുന്നു, ഫീമെയിലിന്റെ കൺസംഷൻ പാറ്റേണും എടുക്കുന്നു. മെയിലിന്റെയും ഫീമെയിലിന്റെയും നമ്മൾ കൺസംഷൻ പാറ്റേൺ ആണ് ഇവിടെ സ്റ്റഡി എടുക്കാൻ വേണ്ടിയിട്ട് അണ്ടർടേക്ക് ചെയ്യുന്നത്. മെയിലിന്റെ കൺസംഷൻ പാറ്റേൺ എന്ന് പറയുന്നതില് ചിലപ്പോൾ ഒരേ ട്രെൻഡ് ആയിരിക്കാം കാണിക്കുന്നത്, ഫീമെയിലിലും ഒരേ ട്രെൻഡ് ആയിരിക്കാം. പക്ഷെ ഇവര് രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിനെയാണ് കോവേരിയൻസ് ചേഞ്ചസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ നമുക്കറിയാം, ഇപ്പൊ കൺസംഷൻ എന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയിട്ടാണ് ഓരോരുത്തരുടെയും കൺസംഷൻ പാറ്റേൺസും സ്റ്റൈലും ഒക്കെ വരുന്നത് അല്ലെ. അപ്പൊ ഈ കൺസംഷൻ ടെൻഡൻസിയിലും കൺസംഷൻ പാറ്റേണിലും എന്ത് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്, ചേഞ്ചസ് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. റിയൽ വേൾഡ് സ്കെനാരിയോ എടുത്തു നോക്കുമ്പോൾ ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് വീക്ക്ലി സ്റ്റേഷനാരിറ്റി. അതായത് കൂടുതലും നമുക്ക് എപ്പോഴും അത് സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. എപ്പോഴും നമ്മളുടെ സ്കെനാരിയോ എടുത്ത് നോക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും സ്ട്രിക്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ് സ്റ്റേഷനാരിറ്റി അല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, വീക്ക് സ്റ്റേഷനാരിറ്റി ആണ് അല്ലെ. അതായത് എപ്പോ വേണമെങ്കിൽ മാറി മറിയാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ വീക്ക് സ്റ്റേഷനാരിറ്റി എന്നാണ് വിളിക്കുന്നത്. ഇതിനെ എന്തായിട്ട് നമ്മൾ വിളിക്കാറുണ്ട്, ഓർക്കുക, സ്ട്രോങ് സ്റ്റേഷനാരിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രിക്റ്റ് സ്റ്റേഷനാരിറ്റി. അതുപോലെ വീക്ക് സ്റ്റേഷനാരിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഓർഡർ സ്റ്റേഷനാരിറ്റി അല്ലെങ്കിൽ കോവേരിയൻസ് സ്റ്റേഷനാരിറ്റി.
എന്താ വീക്ക് സ്റ്റേഷനാരിറ്റിയുടെ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ അസംഷൻ? മീനും വേരിയൻസും കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ കോവേരിയൻസിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ചേഞ്ചസ് സംഭവിക്കുന്നത്. മീനും വേരിയൻസും കോൺസ്റ്റന്റ് ആയിരിക്കും, കോവേരിയൻസിലാണ് അവിടെ ഫ്ലക്ച്വേഷൻസ് നടക്കുന്നത്. ഇവിടെ സ്റ്റേഷനാരിറ്റി മീൻ ആണ്, സ്റ്റേഷനാരിറ്റി വേരിയൻസ് ആണ് അല്ലെ. എല്ലാം ഒരേ ഹൈറ്റ് തന്നെ, ആദ്യം താഴുന്നു, പിന്നെ മുകളിലേക്ക് താഴുന്നു, മുകളിലേക്ക് താഴുന്നു, മുകളിലേക്ക്, ഇങ്ങനെയുള്ള ഒരു പ്രപ്പോർഷനല്ലേ വരുന്നത്, അല്ലാതെ മുകളിൽ ഇങ്ങനെ പോവാണോ? അല്ലല്ലോ. യെസ്. അടുത്തത് നോൺ സ്റ്റേഷനാരിറ്റി മീൻ ആൻഡ് നോൺ സ്റ്റേഷനറി വേരിയൻസ്. നോക്കിക്കേ, ആദ്യം താന്നിരിക്കുന്നു, പിന്നെ ഇങ്ങനെ പോണു, വീണ്ടും കുത്തനെ വരുന്നു, വീണ്ടും താന്നു, പിന്നെ ഒരേ പ്രപ്പോർഷനില്, അല്ലാതെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഉടനെ ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ്, ഇതിൽ കാണുന്ന പോലെ ഒരു പാറ്റേൺ അല്ലല്ലോ. ഒരു ട്രെൻഡും ഇല്ല, ചിലപ്പോ അത് ഇൻക്രീസ് ആവുന്നു, ചിലപ്പോ അത് ഡിക്രീസ് ആവുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിനെ നോൺ സ്റ്റേഷനാരിറ്റി എന്നാ പറയുന്നത്. ഇവിടെയും നമുക്ക് കാണാം, ഈ ഒരു പച്ച വരയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ആദ്യം കുറെ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ കുറെ ഡിക്രീസ് ചെയ്യുന്നു, ഒരു യൂണിഫോം പാറ്റേൺ ഒന്നും ഇല്ല അല്ലെ. അപ്പൊ നോൺ സ്റ്റേഷനറിയാ, പക്ഷെ വേരിയൻസ് കറക്റ്റാ. വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, നോക്കിക്കേ, ഇവിടെ ഇത്രയും ഇങ്ങനെ, ആ ഗ്യാപ്പ് കറക്റ്റ് ആണ് വരുന്നത് അല്ലെ. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ അതിനെയാണ് നമ്മള് സ്റ്റേഷനറി വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേഷനറി മീൻ ആണ്, നോൺ സ്റ്റേഷനറി വേരിയൻസ് ആണ്. അതായത് നോക്കിക്കേ, കറക്റ്റ് ആയിട്ട് ഈ രണ്ടിന്റെ ഉള്ളിൽ തന്നെ, ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് വേരിയൻസ് എന്ന് പറയുന്ന, ആദ്യം ഇങ്ങോട്ട് പോണു, പിന്നെ ആദ്യം വളരെ വലുതായിട്ട് ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ ചിലപ്പോൾ ചെറുതായി, പിന്നെയും വലുതായി, പിന്നെ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ അല്ലെ. ആ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഡിക്രീസ്, ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിക്രീസ്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേഷനാരിറ്റി ആണെന്ന് പറയാം. ഇനി ഇത് ചെക്ക് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ്, ഫിലിപ്സ് പെറൻ ടെസ്റ്റ്, ക്വറ്റ്സ്കി-ഫിലിപ്സ്-സ്കിൻ ടെസ്റ്റ്, വേരിയൻസ് റേഷ്യോ ടെസ്റ്റ്, സിവോട്ട് ആൻഡ്രൂസ് ടെസ്റ്റ്, എൻജി പെറൻ ടെസ്റ്റ്. അപ്പൊ പലപ്പോഴും നമ്മളൊരു ഫിഗർ എടുക്കുന്ന സമയത്ത് ടൈം സീരീസ് അനാലിസിസിൽ നമ്മുടെ കാര്യങ്ങൾ സ്റ്റേഷനാരിറ്റി ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിന് സ്ട്രിക്റ്റ് സ്റ്റേഷനാരിറ്റി മീൻ, അതുപോലെ തന്നെ വേരിയൻസ് ഒക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന് സ്ട്രിക്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ് സ്റ്റേഷനാരിറ്റി എന്നാണ് പറയുന്നത്. സപ്പോസ് ഇറ്റ് ഫ്ലക്ച്വേറ്റ്സ്, കോവേരിയൻസിൽ ചേഞ്ച് വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ കോവേരിയൻസിൽ ചേഞ്ച് വരുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വീക്ക് സ്റ്റേഷനാരിറ്റി അല്ലെങ്കിൽ കോവേരിയന്റ് സ്റ്റേഷനാരിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.